ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. കേരള സമൂഹത്തോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ പുണ്യവും നന്മയുമാണ് ഇതെന്നാണ് യോഗനാഥത്തിലെ എഡിറ്റോറിയലിൽ വെള്ളാപ്പള്ളി പറഞ്ഞത്. കേരളം നേരിടുന്ന അതീവ ഗുരുതരമായ വെല്ലുവിളിയാണ് ലഹരിമരുന്ന് ഭീഷണിയെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. സമൂഹം ഒന്നാകെ ഈ ദൗത്യത്തിന് ഒപ്പം അണിചേരണമെന്ന ആഹ്വാനവും എഡിറ്റോറിയലിലുണ്ട്. മയക്കുമരുന്നിനെതിരായ നീക്കത്തിന് നടപടിയെടുത്ത സർക്കാരും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും അഭിനന്ദനം അർഹിക്കുന്നുവെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. എന്നാൽ ഇപ്പോഴത്തെ നടപടി പുത്തനച്ചി പുരപ്പുറം തൂക്കുന്നത് പോലെ ആകരുതെന്നും യോഗനാഥം എഡിറ്റോറിയലിൽ വെള്ളാപ്പള്ളി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സമർത്ഥരായ വിദ്യാർത്ഥികളെയും യുവാക്കളെയും ലഹരിക്കണിയിൽപ്പെടുത്തി മയക്കുമരുന്ന് കടിമയാക്കി സാമ്പത്തിക ലാഭം കൊയ്യുന്ന അന്തർദേശീയ ബന്ധങ്ങളുള്ള സംഘങ്ങളാണ് ഇതിന് പിന്നിലെന്ന ആരോപണവുമുണ്ട്. അധോലോകവും വർഗീയ ശക്തികളും ഇതിനെ സഹായിക്കുന്നുണ്ടെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. കോഴിക്കോട് മുക്കം സ്റ്റേഷനിലെ ASIയെ കാണാനില്ലെന്ന് പരാതി. ബാലുശ്ശേരി പൂനത്ത് സ്വദേശി അബ്ദുൾ റഷീദിനെയാണ് കാണാതായത്. ഇന്നലെ രാവിലെ ഡ്യൂട്ടിക്കായി വീട്ടിൽ നിന്നിറങ്ങിയിരുന്നെങ്കിലും പോലീസ് സ്റ്റേഷനിലെത്തിയിരുന്നില്ല. രാവിലെ താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഇയാളുടെ ഇരുചക്ര വാഹനവും നിർത്തിയിട്ടിരുന്നു. ഇതിനുശേഷം ബസ്സിൽ കയറിപ്പോയെന്നാണ് പോലീസിന്റെ നിഗമനം. നാല് ദിവസം കൂടി ശക്തമായ മഴ. 3 ജില്ലകളിൽ ഇന്ന് മഴ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് അടുത്ത 4 ദിവസത്തേക്ക് കൂടി മഴ മുന്നറിയിപ്പ്. ഇന്ന് 3 ജില്ലകളിലാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ മുന്നറിയിപ്പുള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാനാണ് സാധ്യത. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. സ്വകാര്യ ബസ്സിൽ നിന്ന് തെറിച്ചു വീണു കന്യാസ്ത്രീക്ക് ദാരുണാന്ത്യം. കോതമംഗലത്ത് സ്വകാര്യ ബസിന്റെ തുറന്നു കിടന്ന മുൻവാതിലിലൂടെ പുറത്തേക്ക് തെറിച്ചു വീണ് കന്യാസ്ത്രീ മരിച്ചു. അഗതികളുടെ സഹോദരിമാർ സന്യാസ സമൂഹാംഗമായ സിസ്റ്റർ 56-കാരിയായ ഹെയ്സ്ലെറ്റ് പൂത്തേട്ടാണ് മരിച്ചത്. വാഴക്കുളം കോതമംഗലം റൂട്ടിലോടുന്ന റെജിമോൻ ബസ് കോഴിപ്പള്ളി ഗവൺമെന്റ് LP സ്കൂളിന് സമീപം വളവ് തിരിയുന്നതിനിടെയാണ് അപകടം. ബസ്സിൽ തിരക്കേറിയതിനാൽ മുൻവാതിലിനരികെ നിന്നിരുന്ന സിസ്റ്റർ ഹൈഡ്രോളിക് വാതിൽ അടയ്ക്കാതിരുന്നതിനാൽ നിയന്ത്രണം നഷ്ടമായി റോഡിലേക്ക് തെറിച്ചു വീഴുകയും തലയിൽ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഭക്ഷ്യവിഷബാധ. കോംബോ ഓഫർ ഷവർമയും ഷവായിയും കഴിച്ച 21 പേർ ആശുപത്രിയിൽ. തിരുവനന്തപുരം കടയ്ക്കാവൂരിൽ സൂപ്പർ മാർക്കറ്റിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഭക്ഷണശാലയിൽ നിന്ന് ഷവർമയും ഷവായിയും കഴിച്ച 21 പേർക്ക് ഭക്ഷ്യവിഷബാധയേറ്റു. കടയ്ക്കാവൂർ തെക്കുംഭാഗം SRV LP സ്കൂളിന് സമീപം പുതിയതായി ആരംഭിച്ച സ്ഥാപനത്തിൽ നിന്നാണ് ഇവർ ഭക്ഷണം കഴിച്ചത്. കടുത്ത ഛർദിയും വയറിളക്കവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഇവരെ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലും കടയ്ക്കാവൂരിലെ 2 സ്വകാര്യ ആശുപത്രികളിലുമായി പ്രവേശിപ്പിച്ചു. ആരുടെയും നില ഗുരുതരമല്ലെന്നാണ് ലഭ്യമാകുന്ന വിവരം.